പക്ഷെ എന്നിട്ട് ഈ പ്രശാന്ത് ഭൂഷൺ ഒരു ഹർജി കൊടുത്തു സുപ്രീം കോടതിയിൽ. അതായത് ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഒരു വലിയ സംഭവമായിട്ട് അദ്ദേഹം കാണുന്നു. അദ്ദേഹത്തിന് അതൊരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. സുപ്രീം കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞ് മേലായി പോയി വന്നു. ഇയാള് വലിയൊരു ഇതില്ല, നല്ല വീട്ടിൽ നായും പറക്കുമെന്ന് പറഞ്ഞ പോലെ ഇയാള് മാന്യമായ ഒരു മനുഷ്യന്റെ മകനാ. അങ്ങനെ അയാൾക്ക് ഈ പേര് കിട്ടിയത്. നമ്മുടെ ശാന്തി ഭൂഷൺ നിയമകാര്യ മന്ത്രിയായിട്ടിരുന്ന ജനതാ പാർട്ടിയുടെ നേതാവ്, മൊറാർ ദേശായുടെ മന്ത്രിസഭയിൽ നല്ല സുപ്രീം കോടതി വക്കീലായിരുന്നു. എല്ലാവർക്കും അംഗീകാരമുള്ള മനുഷ്യൻ. ഇയാളും സുപ്രീം കോടതി വക്കീല. ഇയാൾ ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്ന ഇയാൾ ജനാധിപത്യം, മതേതരത്വം, പിന്നെ മനുഷ്യാവകാശം, മറ്റേ മറിച്ചതൊക്കെ. അവസാനം മനസ്സിലായത് മൊത്തം ഫണ്ട് വരുന്ന സോറസിന്റെ ഫണ്ടാണ്. ഇയാളുടെ NGOs മൊത്തം സോറസിന്റെ ഫണ്ടിൽ കൂടെ പ്രവർത്തിക്കുന്നത്. മിക്കവാറും കൊടുക്കുന്ന ഹർജികളും റിട്ടുകളും ഒക്കെ ഓരോ ഈ സംഘടനകളുടെ പേര് കൊടുക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം സുപ്രീം കോടതി വിശദമായിട്ട് പരിശോധിച്ചു. നിരന്തരം ഓരോ എന്തിനും ഇപ്പം പട്ടാളത്തിനെതിരെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി റോഡ് നിർമ്മിക്കുന്നതിനെതിരെ, അത് മനുഷ്യാവകാശ ലംഘനമാണല്ലോ. അല്ലെങ്കിൽ ഈ ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഈ കൊടുത്തു കഴിഞ്ഞാൽ കോടതി പരിഗണിച്ചല്ലേ പരിഗണിച്ചിട്ട് ഇത് കോടതി കണ്ടമാനം കേസുകളുണ്ടായിട്ട് ചിലപ്പോൾ 10 ദിവസത്തേക്ക് മാറ്റിവെക്കും. ഇവിടെ ഇപ്പം ഇന്ത്യ ചൈന അതിർത്തിയിൽ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കൊണ്ടുവന്ന് റിട്ട് കൊടുത്താല് അത് മാറ്റിവെച്ചാല് വക്കീലമ്മ അല്ലെ കോടതി കുറ്റം പറയാൻ സുപ്രീം കോടതി പോലെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ മാറ്റി വെച്ചോളെ. തടസ്സമായില്ലേ. അപ്പൊ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങള് ജുഡീഷ്യറി സംവിധാനത്തിനകത്തൊക്കെ നടപ്പാക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇപ്പം ഈ പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹമാസ് അവിടെ കൂട്ടക്കുരി നടക്കുന്നു. ഒരു വർഗത്തെ മൊത്തം, ഒരു വംശത്തെ മൊത്തം നശിപ്പിക്കുന്നു. അതിന് ഇന്ത്യയിൽ നിന്ന് ആയുധം കൊടുക്കുന്നു. ഇത് തടയണം. സുപ്രീം കോടതി കൊണ്ട് കൊടുത്തേക്കുക. ഇത് തടയത്തില്ലെന്ന് ഇയാൾക്കറിയാം. ഇങ്ങനെ ഒരു സാധനം ഇവിടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാരെ തൃപ്തിപ്പെടുത്താം. പിന്നെ ഇത് രാജ്യാന്തര ലെവലൊരു വാർത്തയാകാം. പിന്നെ കഞ്ഞി കുടിക്കാനുള്ള കാശും കിട്ടും. മനസ്സിലായില്ലേ? ഇയാളുടെ പല NGOs പരിശോധിക്കുമ്പോൾ കോടാനുകോടി രൂപയാണ് വന്നിരിക്കുന്നത്. ഏതോ ഒരു അദ്ദേഹത്തിന്റെ ഒരു NGO പരിശോധിച്ചപ്പോൾ 119 കോടി രൂപ വന്നിട്ട് ഗവൺമെന്റ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ഇതുപോലെ ഇയാൾ ഒരു കേസ് കൊടുത്തു. സുപ്രീം കോടതി ഇയാൾക്ക് കോർട്ട് ഇലക്ഷൻ വന്നു. ഇയാൾക്ക് 1 രൂപ കൊടുത്തിട്ട് 1 രൂപ ഇത് അതിൽ കൂടുതൽ നാണം കരുതാനില്ല. അപ്പൊ ഇയാള് കോർട്ട് ഇലക്ഷത്തിന് ഇയാള് കോടതിക്ക് എതിരായിട്ട് എന്നിട്ട് അവസാനം കോടതി ശിക്ഷിക്കുക. ഇയാൾ വിചാരിച്ചൊക്കെ കാത്തു പോവാം, സുഖമായിട്ട് കിടക്കാന്ന് പറഞ്ഞ് 1 രൂപ അടച്ചിട്ട് പോക്കോളാൻ പറഞ്ഞു. അതായത് നിനക്ക് 1 രൂപയുടെ വില പോലും ഇല്ല. 1 രൂപ താഴെ നാണയം ഇല്ലല്ലോ, അത്രയും വില 1 രൂപ അടച്ചിട്ട് പോകാൻ പറഞ്ഞു സുപ്രീം കോടതി. അങ്ങനെ ഇയാളൊരു ചൊറിച്ചിന്റെ ആളാ. ഈ പറയുന്ന പോലെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അമ്മാവനായിട്ടൊക്കെ വെക്കാൻ കൊള്ളാം. രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു നേതാവും സൊറോസ് ഫണ്ട് മേടിച്ച് ജീവിതം കഴിക്കുന്നവനും ഒക്കെയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഹർജികളും പുള്ളി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ പുറകില് ഫണ്ട് വരുന്നത് എവിടുന്നാന്ന് അറിയാം. പണ്ട് ഈ ഇപ്പോഴത്തെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഇപ്പൊ രാജ്യസഭ MP ആയിട്ടുള്ള പുള്ളിയുടെ പേരെന്തോ, നമ്മുടെ സുപ്രീം കോടതി വക്കീല് അഭിഷേക് സിംഗ് ആണോ? അല്ലല്ല, മറ്റേ പ്രശസ്തനായിട്ടുള്ള വക്കീല്. പുള്ളി PFIയുടെ കേസൊക്കെ ഇടയ്ക്ക് വെച്ച് ഫ്രീ ആയിട്ട് വാദിച്ചായിരുന്നല്ലോ. നമ്മുടെ ഈ മറ്റേ പത്രക്കാരനെയൊക്കെ പിടിച്ചപ്പോ, നമ്മുടെ UP പിടിച്ചപ്പോ, ഇപ്പോഴത്തെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ്, ഞാൻ പേര് ഓർക്കുന്നില്ല. പുള്ളി രാജ്യസഭ MP. അപ്പം SP-യുടെ നേരത്തെ കോൺഗ്രസിലായിരുന്നു, കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി. കപിൽ സിബിൽ അദ്ദേഹം ഇതുപോലെ PFIയുടെ നമ്മുടെ ഇവിടെ വെച്ച് പിടിച്ച അദ്ദേഹത്തിന് വേണ്ടി ഫ്രീ ആയിട്ടല്ലായിരുന്നു വായിച്ച്. എവിടാ 100 കോടി രൂപ കണ്ട വന്നത്. മനസ്സിലായി? പരസ്യമായിട്ട് ആരുടെങ്കിലും പൈസ മേടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോലെയല്ലേ. 100 കോടി ക്ലബിലുള്ള ആളാ കപിൽ സിബില്. ഒരു മാസം 100 കോടി രൂപ കിട്ടുന്ന വക്കീലന്മാരുടെ ക്ലബിനകത്തുള്ള ആളാ. അപ്പൊ അവരുടെ വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ഇപ്പൊ ഇവരൊക്കെയാണ് ഇതുപോലുള്ള കേസുകൾ, രാജ്യവിരുദ്ധ ശക്തികളുടെ കേസുകളാണ്. അവർക്കൊക്കെയാണ് ഇത്രയും പൈസ കൊടുത്ത് കേസുകൾ വാദിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 3-അംഗ ബെഞ്ചാണ് ഇത് പരിശോധിച്ചിട്ട് പരിശോധിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ റിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് സുപ്രീം കോടതി ഇന്ത്യയിലെയാണ്. ഇത് ഈ നയതന്ത്ര രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധമാണ്. ഒരു രാജ്യവും അടുത്ത രാജ്യവും തമ്മിലുള്ള ആ മാതിരിയുള്ള കാര്യങ്ങൾക്കകത്ത് ഒരിക്കലും സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇന്ത്യക്കകത്തുള്ള വിഷയങ്ങളും അല്ലാതെ ഞങ്ങൾക്ക് ഇടപെടാം. ഞങ്ങൾക്ക് രാജ്യത്തിന് തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിനകത്ത് ഇടപെടാൻ പറ്റില്ല. അതിന് രാജ്യാന്തര കോടതിയൊക്കെ വേണ്ടി വന്നാൽ അവർക്ക് ഇടപെടാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞ് കുണ്ടിക്ക് ഒരു അടിയും കൊടുത്ത് വിട്ടിട്ടുണ്ട്. മനസ്സിലായിട്ടില്ല? അല്ല, ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല്,
ഇസ്രായേലും ഇന്ത്യയായിട്ടുള്ള ബന്ധം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എടാ ഇവിടെ നമുക്ക് ഇവന്റെ അണ്ണാക്കിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ വെടിവെക്കാൻ വന്നപ്പം ഇവിടെ വന്ന് അല്ലെങ്കിൽ കാർഗിലിൽ കയറി ഇന്ത്യ പിടിച്ചെടുക്കാൻ നിന്നപ്പം വേറെ രാജ്യങ്ങളൊക്കെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. അകത്തൂടെ അവന് പൈസയും കൊടുത്ത് ആയുധവും കൊടുത്തു. അമേരിക്ക ഉൾപ്പെടെ ഉള്ള നമുക്ക് തന്ന വയർലെസ് കംപ്ലൈന്റ് ആയിരുന്നു. ആ സമയത്താണ് നമുക്ക് വേണ്ട വിമാനം തന്നതും നമുക്ക് വേണ്ട ബോംബ് വന്നതും. അത് നമുക്ക് വേണ്ട വിധത്തിൽ പറപ്പിക്കാൻ അന്ന് പൈലറ്റുമാരെ വരെ തന്നു. ബോംബ് ഘടിപ്പിക്കുന്ന ബോംബിടിങ് ആ ടെക്നീഷ്യന്മാരെ ഉൾപ്പെടെ പൈലറ്റുമാരെ ഉൾപ്പെടെ നിന്ന് അത്രയും പ്രശ്നമുള്ള യുദ്ധം, കാരണം ജയിക്കാൻ ഒരിക്കലും സാധിക്കാത്ത യുദ്ധം. പാകിസ്ഥാൻ വളരെ കാലകൂട്ടി കയറി അവിടെ എല്ലാ പരിശീലനവും നടത്തി അവിടെ ടെന്റുകൾ അടിച്ച് മലമുകളിൽ ഇന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ യുദ്ധം ജയിപ്പിച്ച ഇസ്രായേലിന് ആയുധം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഇവനൊക്കെ ഇത് ഇന്ത്യ മാത്രമുള്ളൂ ജോണ. ഇത് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, അവന്റെ തൊഴിൽ കുറെ ഇതുപോലുള്ള കുറെ കക്ഷികൾ ഇന്ത്യക്കകത്ത് നിന്ന്. അത് ഇന്ത്യക്ക് ഇത്രയും സ്വാതന്ത്ര്യമൊന്നും വേണ്ട, ഇത്രയും ജനാധിപത്യം ഒന്നും വേണ്ട കേട്ടോ. ഇത്രയും ജനാധിപത്യമൊക്കെ ആകുന്നുണ്ട് ഈ പ്രശ്നമാണ്. ഈ ചൈനയിലെ കൂട്ടും അല്ലെങ്കിൽ മറ്റു റഷ്യയിലെ കൂട്ടുമൊക്കെ അനാവശ്യം അതിര് കിടക്കുന്ന UAP അല്ലെങ്കിൽ ഇതുപോലുള്ള നിയമങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടണം. കാരണം ഇവരൊക്കെയാണ് ഈ വല്ലവൻ്റെയൊക്കെ പൈസ മേടിച്ചിട്ട് രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, രാജ്യത്തിനകത്ത് ചിഹ്നഭിന്നം ഉണ്ടാക്കി, രാജ്യത്തെ ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ രാജ്യത്തെ കൊണ്ടു നടക്കുന്ന ഒരാൾക്കാർ. കാരണം ഇവർക്ക് ഓടാനും കൂടി രൂപ ഉണ്ടാക്കാം. ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന പാമ്പ് പിടിച്ചവരൊന്നും ഇല്ല. പണ്ട് ബ്രിട്ടീഷുകാർ കളിയാക്കുന്ന പോലെ പാമ്പിനെ കളിപ്പിച്ചും കുരങ്ങിനെ കളിപ്പിച്ചും അല്ലെങ്കിൽ പട്ടിണി കിടന്നും വല്ലവന്റെ മുകളുണ്ട്. പണ്ട് മഴ പെയ്യുമ്പം നമ്മുടെ അവിടെയൊക്കെ വരത്തില്ലായിരുന്നു, വെള്ളം കയറി വീടും പോയി. ഇപ്പൊ അത്രയും ആൾക്കാർ വരുന്നില്ല എന്ന് വെച്ചാൽ അത്രയും സമ്പന്നമായി അവിടെയൊക്കെ, ഭക്ഷണം കഴിക്കാൻ മാർഗമായി. കാരണം ഇപ്പം ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു ഇന്ത്യയിലില്ല. നമ്മൾ ദാരിദ്ര്യമാണെന്ന് പറയുന്നെങ്കിലും ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്. 68% ആൾക്കാർക്ക് ഇപ്പോഴും ഫ്രീ ആയിട്ട് റേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഒരു നേരമെങ്കിലും ഒന്നുമില്ലെങ്കിൽ മുളകടച്ചെങ്കിലും കഴിക്കാനുള്ള സംവിധാനം 10 കൊല്ലം കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് അതിലും പുരോഗതി ഉണ്ടാക്കി രാജ്യത്തെ ഈ വരുന്ന 70% ജനത ഇപ്പോഴും 63% അല്ലെങ്കിൽ 70% ജനത ഇപ്പോഴും വളരെ താഴെത്തട്ടി കിടക്കുന്നവരെ അവർക്കൊരു വരുമാനം അല്ലെങ്കിൽ അവർക്കൊരു 4-5 ലക്ഷം രൂപ വീതം ഒരു മിച്ചം വരത്തക്ക രീതിയിലുള്ള ഒരു സാമ്പത്തിക സംവിധാനത്തിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 7 ട്രില്യൺ വന്നു കഴിഞ്ഞാൽ ശരാശരി ഒരാൾക്ക് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ മിച്ചം വരുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ വരുമാനം വരും സാധാരണക്കാർ. അപ്പോഴത്തേനും പിന്നെ ഇവനെ ഈ മറ്റു പണിക്ക് കിട്ടത്തില്ല. ചുമ്മാ സമരം ചെയ്യാനും കല്ലെറിയാനും അല്ലെങ്കിൽ ബോംബ് വയ്ക്കാനും ആവശ്യമില്ലാതെ ആരെങ്കിലുമൊക്കെ പറയുന്ന ചെന്നിരുന്ന് കേൾക്കാനും ഒന്നും ആൾക്കാരെ കിട്ടത്തില്ല. സമ്പന്നമായി കഴിഞ്ഞാൽ ഒരാൾ സമ്പന്നമായി കഴിഞ്ഞാൽ എല്ലാ രീതിയിലും സമ്പന്നമാവും. ഇപ്പൊ രാജ്യത്തിന് അത്തരത്തിൽ സമ്പന്നമായിട്ടുള്ള ജനതയെ കിട്ടും, പുരോഗതി ഉണ്ടാവും. ആ തരത്തിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്രായേലിന് ആയുധം കൊടുക്കരുത്, അവിടെ റേഷനരി കൊടുക്കരുത്, ഇവിടെ പച്ചരി കൊടുക്കരുത്, അല്ലെങ്കിൽ ഈ അവിടെ വെടിവെക്കാൻ അവന്റെ കൂടെ നിന്ന് കൊടുക്കുക, ഇത്തരത്തിലുള്ള കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അതിന് യോഗ്യനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ്. ഈ പ്രതിപക്ഷ നേതാവ് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊക്കെ ഇയാളോട് താല്പര്യമുണ്ടെന്ന് പറയാനൊക്കത്തില്ല. പണ്ട് ഒരു കഥയുണ്ട്, ഒരു രാജാവ്, ഒരു മണ്ടനായ രാജാവ് ജോൺ അറിയായിരിക്കുമല്ലോ കഥ. രാജാവ് ഇങ്ങനെ മണ്ടനാന്നേലും രാജാവില്ലേ. അപ്പൊ എല്ലാരും ഇങ്ങനെ ഇയാളെ കളിപ്പിച്ചോണ്ട് എല്ലാവർക്കും ഇയാളെ കബളിപ്പിക്കുന്ന ഒരു താല്പര്യം. മാത്രമല്ല ഈ ഒരു പുങ്കനൂടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി കയറ്റി കഴിഞ്ഞാൽ. അപ്പൊ ഒരു ദിവസം ഈ രാജാവിനെ ഉള്ള മന്ത്രിമാരും രാജഗുരു എല്ലാം കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഇവനെ ഒന്ന് കൈകാര്യം ചെയ്തേക്കാന്ന് വെച്ചാൽ അവർക്കൊരു രസവും കൂടെ. ഇയാളടുത്ത് പറഞ്ഞ ഒരു ഭയങ്കര വില കൂടിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു ഉടുപ്പും എല്ലാം ഒരു വസ്ത്രവേഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഉടുപ്പും മാന്യമായിട്ട് വന്ന ഉടുപ്പും മറ്റേത് മറിച്ചതും എല്ലാം ഊരി നിർത്തിയിട്ട് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇടുന്ന പോലെ കാണിച്ചെല്ലാം ഇട്ടിട്ട് നിർത്തി കൊടുത്തു. മുഴുവൻ കാളായിട്ട് നിൽക്കുവാന്ന് ഓടുതുണിക്ക് മണമൊന്നുമില്ലാതെ. ഇവരെ ഒന്ന് ആസ്വദിച്ചോണ്ടിരിക്കുക. അപ്പൊ അടുത്തൊരു കൊച്ചു പയ്യൻ അതിനു വേണ്ടി ഒരു 3-4 വയസ്സുള്ള പറഞ്ഞ് എന്തോ രാജാവ് മുഴുവൻ കളയായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതുപോലൊരു തിരുമണ്ടനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഈ തിരുമണ്ടനെ വെച്ചോണ്ടാണ് ഇപ്പം കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ തിരുമണ്ടനെയാണ് നാളെ കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കണം എന്ന് വിചാരിക്കുന്നത്. ഇയാള് ഇവിടുന്ന് പോയി വെളിയിലോട്ട് പോകും, ആരെങ്കിലും കാശ് കൊടുക്കും, അമേരിക്കയിൽ പോകും, അവിടെ ചെന്നിരുന്നിട്ട് എൻ്റെ രാജ്യം കുഴപ്പമാ, എൻ്റെ രാജ്യത്ത് പ്രശ്നമാ, എൻ്റെ രാജ്യത്ത് വിഷയമാ എന്ന് പറയുന്നത് ഇയാളുടെ പരിപാടി. അതായത് സത്യം പറഞ്ഞാൽ ഒരു വീട്ടിനകത്തുള്ള പ്രശ്നം വെളിയിൽ ചെന്ന് കൊതിയും നുണയും പറയുന്ന ചില ആൾക്കാരുടെ കൂട്ടം ഉള്ള ഒരു പ്രതിപക്ഷ നേതാവാണ്. സ്വന്തം രാജ്യത്തു നിന്ന് വണ്ടി പിടിച്ചു കയറി അമേരിക്ക പോലെയും അല്ലെങ്കിൽ ചൈന പോലെയും പാകിസ്ഥാൻ പോലെയും അല്ലെങ്കിൽ ഇവിടുത്തെ താല്പര്യമില്ലാത്ത രാജ്യത്ത് ചെന്ന് നമ്മുടെ കുറ്റം പറഞ്ഞ് അവിടുന്ന് കയ്യടിയും മേടിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു പ്രതിപക്ഷ നേതാവുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത് AKGയുടെ കാലം തൊട്ട്. കാരണം ഒരു ഭരിക്കുന്ന ഒരാൾക്ക് കൃത്യമായ
കറണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ അതിനകത്ത് കുഴപ്പങ്ങൾ കണ്ടെത്തി കൊടുക്കുന്ന ആള്. ആ രാജ്യത്തിന്റെ പുരോഗതിക്കകത്ത് ഈ ഭരിക്കുന്ന ആൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാള്. അത്തരത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ട്. ഈ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഒക്കെ ഒന്നിച്ചാണ് രാജ്യത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഇയാളല്ലാതെ, ഈ രാഹുൽ ഗാന്ധി അല്ലാതെ കോൺഗ്രസിനകത്തെയും മറ്റേത് പാർട്ടിക്കകത്തെയും ഇന്ത്യയിലെ ഒരാളും പോയി വെളിയിൽ പോയി ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് സംസാരിച്ച ഒരു ചരിത്രം ഇത്ര സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇത് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് അത്തരത്തിൽ ബോധമുള്ളവരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നതും പ്രതിപക്ഷത്തിരുന്നതും. ഇത്രയ്ക്ക് ബോധമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് വന്നതും ഈ ₹1 പോലും വിലയില്ലാത്തവൻ വക്കീലായിട്ട് വരുന്നതൊക്കെ നമ്മൾ സഹിച്ചാൽ മതിയാകത്തുള്ളൂ. ഈ കാലമൊക്കെ മാറി ഒരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം. വരും.